ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ നമ്മുടെ ലീൽ ചേച്ചിയുടെ വീട്ടിൽ വന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറമുള്ള ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഇവിടെ വീട് വെച്ചിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ട്. ഞാനിവിടെ വന്ന് നിൽക്കുന്ന സമയത്താണ് ചേച്ചി വീട് വെച്ചത്. ഇതേ കണ്ടോ, ഇഷ്ടം പോലെ ചെടിയുണ്ട് കേട്ടോ, ചുറ്റും ചെടിയുണ്ട്. ഇത് ഞങ്ങളുടെ പഴയ വണ്ടി ഇവിടെ ആട്ടോ ഇടുക വണ്ടിയൊക്കെ ഞങ്ങളുടെ. കണ്ടോ, ഇഷ്ടം പോലെ ചെടിയുണ്ട് കേട്ടോ. വെക്കണുണ്ടോ? പിന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാം നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഉണ്ട്, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഇത് നോക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്കിയേ, ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ, തുറക്കട്ടെ ഗേറ്റോ. തുറക്കാൻ പറ്റുന്നില്ലല്ലോ ഗേറ്റ്. ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല കുട്ടികളെ. തുറന്നു. എനിക്ക് ശക്തിയില്ലാത്ത കാര്യമുണ്ടോ. ഇങ്ങോട്ട് നിറച്ച് പറയാട്ടോ. ഇതൊക്കെ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ഒരു 5 വർഷം മുന്നേ ഞങ്ങൾ ബാംഗ്ലൂരിൽ ജീവിതമൊക്കെ മതിയാക്കി ഇങ്ങോട്ട് വന്നായിരുന്നു, നാട്ടിൽ സെറ്റിൽ ആവാനായിട്ട്. അപ്പോൾ ആണ് ഞാൻ ശരിക്കും ഇവിടെ വരുന്നത്. കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഷീറ്റ് അടിക്കുന്ന, റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനാണ് കേട്ടോ. ഞാനിതിലേ വന്ന് കാണിച്ചാൽ ഉണ്ടോ മെഷീൻ. ഇതാണ് പ്ലെയിനായിട്ട് അടിക്കുന്നത് കേട്ടോ, ഷീറ്റ്. ഇതിലടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഡിസൈനാണ് അടിക്കുന്നുണ്ടോ. കണ്ടോ, ഡിസൈൻ സംഭവം കണ്ടോ, അത് ചെയ്യുന്നതാണ്. ഞാനൊരു തവണ അടിച്ചിട്ടുണ്ട് അമ്മേരെ കൂടെ വന്നിട്ട് ഇവിടെ. ഇപ്പോൾ ഷീറ്റൊന്നുമില്ല, അത് മഴയല്ലേ, അപ്പോൾ വെട്ടൽ നിർത്തിയെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നിറച്ച് പുല്ലാട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു ഭയാനകമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു 5 വർഷം മുന്നേ. അപ്പോൾ ഈ വീടൊന്നും ഇല്ല, പണി തുടങ്ങുന്നേ ഉള്ളൂ. അവിടെ വെട്ട് ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ, വീടായിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാനിതേപോലെ വീട്ടിൽ ജിമ്മിനെ കൊണ്ട് പുറത്ത് പോയി വന്നിട്ട് വൈകിട്ട് നിൽക്കുമായിരുന്നു. അവൻ്റെ വള്ളിയും പിടിച്ച് നിൽക്കുന്ന സമയത്ത് ആ പാറപ്പുറത്ത് എവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് കുറച്ച് പട്ടികളും നായ്ക്കളും കൂടെ കുറച്ച് ആവറ്റങ്ങളെ കണ്ട വശം ജിമ്മി എൻ്റെ കയ്യിൽ നിന്ന് കയറ് ഇതാക്കിയിട്ടൊരു ഒറ്റ ഓട്ടോ ഓടി ഇങ്ങോട്ട്. അത് നല്ല നീളമുള്ള വള്ളിയായിരുന്നു കേട്ടോ. അത് കൊണ്ടുവന്ന് അവൻ ഇതിൽ കൂടെയൊക്കെ വന്നത് കേട്ടോ. ഇതിൽ കൂടെ വന്നിട്ട് ഉണ്ടോ, ഈ പാറയുടെ കൂടെയൊക്കെ വന്നിട്ട് അവന് ഇപ്പുറത്ത് കൂടെ പോയത് കാണിച്ചരാ വഴി. അവൻ്റെ പിന്നാലെ ഞാനും ഓടി വന്നു. ഇതിൽ കൂടെയൊക്കെ വന്ന് അവൻ ഈ പാറയുടെ കൂടെ ഇറങ്ങി. കണ്ടോ, ഇതിൻ്റെ കീപ്പോട്ട് പോയി. ഇവിടെയൊക്കെ നിറച്ച് പുല്ലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നും കാണാനില്ല. ആ മേലിൽ നിൽക്കുന്നില്ലേ, അതേപോലത്തെ പുല്ലുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതിലേ കൂടെ വന്ന് ഞാൻ ഈ പാറപ്പുറത്ത് ചെരുപ്പ്, ഈ സൈഡിൽ എവിടെയോ ചെരുപ്പ് ഊരിയിട്ട് എങ്ങനെയാണെന്നറിയില്ല, ഞാനിത് കൂടെ ഇറങ്ങി. ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, ഭയങ്കര പേടിയാണ് ഇതൊക്കെ. ഞാൻ എങ്ങനെയും ഇതിലിറങ്ങിയെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. കൊച്ചിറങ്ങണതിൻ്റെ പിന്നാലെ ഞാനും ഇറങ്ങി. അങ്ങ് ദൂരെയൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കുറേ പുല്ല് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ വീണ്, ഈ എന്താ പറയുക, 2 കൈയും നമ്മൾ നീന്തത്തില്ലേ അതേപോലെ അത് പോയി. ഞാൻ എൻ്റെ കൈ ഒടിയുകയും ചെയ്തു. വീണ വശം എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ കൈ ഒടിഞ്ഞു. അങ്ങനെ ഇതിലേ പോയി. കാരണം അവന് വിട്ട് പോയിട്ട് എവിടെയെങ്കിലും കുടുങ്ങിയിരുന്ന കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അമ്മേരൊക്കെ ഒന്ന് വഴക്കം കേൾക്കുമല്ലോ. അത് കാരണം ഞാൻ അവൻ്റെ പിന്നാലെ ഇറങ്ങിയതാ. ഇറങ്ങുമ്പോൾ നമ്മൾ കൊച്ചിനെ എങ്ങനെയും രക്ഷിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കണം നോക്കണം എന്നുള്ള ഇതുകൊണ്ട് നോക്കിയില്ല, നമ്മളിതൊന്നും നോക്കിയില്ല. ചടപടാ ഇറങ്ങിപ്പോയി. ഇപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാറേ ഇല്ല കേട്ടോ. എനിക്ക് പേടിയായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. എന്നിട്ട് അന്നതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പോഴാണ് ഈ പാറപ്പുറത്തേക്കൊക്കെ വരുന്നത്. എന്നിട്ട് ഞാൻ അവനെ തിരഞ്ഞങ്ങോട്ട് പോയി. ഒടിഞ്ഞ കൈയും വെച്ച് ഞാൻ കൈ ഒടിഞ്ഞു. എൻ്റെ കൈയിൻ്റെ ഈ ഇതിലാണ് ഒടിഞ്ഞത്. ഈ എവിടെയാണ് ഒടിഞ്ഞത്, ഈ തുമ്പത്തല്ല, എന്താ പറയുക, കൈയിൻ്റെ എവിടെയില്ലേ അവിടെയാണ് ഒടിഞ്ഞത്. ഒടിഞ്ഞ് ഞാൻ അതും വെച്ചുകൊണ്ട് ഇവൻ ഇതിലേ കൂടെയൊക്കെ ഇറങ്ങി എങ്ങോട്ടോ അപ്പുറം റോഡിലേക്ക് എത്തി. ഞാനും പിന്നാലെ ആ വഴിയൊക്കെ പോയി. തിരിച്ചവൻ ഞാൻ തന്നെ മുന്നേ വീട്ടിലെത്തി കേട്ടോ.
എന്നിട്ട് പിന്നെ ഒരു മാസം ഞാൻ കയ്യും തൂക്കിയിട്ട് നടന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇപ്രാവശ്യം വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറപ്പുറത്തൊന്നും പോകരുത് ജിമ്മിനെയും കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിമ്മിനെ ഞാൻ വീട്ടിലാക്കി ഞാൻ ചുമ്മാ അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. ഇഷ്ടം പോലെ ചക്കയുണ്ട് കേട്ടോ. കണ്ടോ, ചക്കയൊക്കെ അവിടെ വെറുതെ കിടന്ന് അവിടെ കിടക്കുന്നു. എനിക്ക് കാണില്ല അല്ലേ? അവിടെ താഴത്ത് കിടക്കുന്നുണ്ട് ചക്ക. കണ്ടോ, താഴത്ത് ചക്ക കിടക്കുന്നുണ്ട്. അതൊക്കെ വെറുതെ പണലായി പോകത്തുള്ളൂ, ആരും എടുക്കത്തില്ല കേട്ടോ. ഇഷ്ടം പോലെ വരിക്കയുണ്ട്, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട്. കുറേ മരങ്ങളുണ്ട്. ഇതെല്ലാം ലീലിച്ചേച്ചിയിലാണ് കേട്ടോ. റബ്ബറുണ്ട്, കുറേ മുളയുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ പുല്ലൊന്നുമില്ല. ഇനി ഞാൻ അന്ന് ഇവിടെ വീഴുന്ന സമയത്ത് ഇഷ്ടംപോലെ ഇതേപോലത്തെ പുല്ലുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നിറച്ച് കശുമാവുണ്ട്, പിന്നെ നെല്ലിയുണ്ട്, നെല്ലിമരമുണ്ട്, കശുമാവുണ്ട്. ഇതിൻ്റെ പറങ്ങാണ്ടി താഴത്ത് ഞങ്ങൾ ചക്ക ഇടാൻ പോയപ്പോൾ മുളച്ചത് ഞാൻ പറിച്ചുകൊണ്ട് വന്നത്. ഇവിടെ എവിടേക്കോ ഇപ്പോൾ മുളച്ച് നിൽക്കുന്നുണ്ടായിരിക്കും ഇഷ്ടംപോലെ. ആരും പറക്കില്ല തോന്നുന്നു പ്രാവശ്യം. അപ്പോൾ അതാണ് സംഭവം. അത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് അത് ഇവിടെ വന്നതിന് ശേഷം. എന്തോ ഇഷ്ടം പോലെ മൊത്തം പാറ കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. പിന്നെ ഇവിടെ കിളിച്ചുണ്ടൻ മാമ്പഴമുണ്ട്. മാമ്പഴമായിട്ടില്ല, പച്ചയാണ്. പക്ഷെ എല്ലാവരും അമ്മയൊക്കെ പറഞ്ഞ് അച്ചാറിടാൻ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ചാറിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ കണ്ടോ, ഇങ്ങനത്തെ പുല്ലായിരുന്നു അവിടെ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ദൈവമേ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് ഞാനങ്ങനെ ആലോചിക്കുന്നുണ്ട്. മൊത്തം പാറയും സംഭവങ്ങളൊക്കെ. ഇത് ലീല ചേച്ചിയുടെ തറവാടാട്ടോ. കണ്ടോ, ഇതാണ് കിളിച്ചുണ്ടൻ മാമ്പഴം. കിളിച്ചുണ്ടൻ മാങ്ങയാണ് കേട്ടോ. അത് കാണാവോ മാങ്ങ? കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ, കൊക്ക് പോലെ ഇരിക്കുന്നതിൻ്റെ മാങ്ങ. അപ്പം അമ്മ വീട്ടിൽ ഇഞ്ചിക്കറി വയ്ക്കുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് അമ്മ മാങ്ങ പൊട്ടിച്ച് അച്ചാറിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു, ബൈ.